ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എടക്കര ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം അവിടുന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, നമുക്കൊരു ബിരിയാണി വെച്ചാലോ എന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വെക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കലിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു, ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങാടി പോയി വന്നപ്പോൾ കുറച്ച് ഐസ് വാങ്ങി വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഐസ് കിട്ടി. കുട്ടികളൊക്കെ ഹാപ്പിയിലാണ്, അടിപൊളിയായിട്ട് ഐസൊക്കെ തിന്നിരിക്കുകയാണ് എല്ലാവരും. മക്കൾ വഴക്കൊക്കെ കൂടുന്നുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ എല്ലാവരും ഐസൊക്കെ തിന്ന് ഉച്ചയാകുമ്പോഴത്തേന് ബിരിയാണി ആവണ്ടേ. ഏട്ടൻ രാവിലെ തൊട്ട് വെക്കാൻ തുടങ്ങിയതാണ്, ഇതുവരെയായിട്ട് ആയിട്ടില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബിരിയാണി. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചെന്ന് ചേച്ചിയുടെ വീട്ടിൽ ഇടിച്ച് പൊളിക്കാൻ വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഏട്ടനൊക്കെ മാറുന്നു, ഏതായാലും ഈ വയ്ക്കല്ലേ അടിപൊളിയാവട്ടെ പറഞ്ഞിട്ട് അവിടുത്തെ ഏട്ടനൊക്കെ മാറുന്നു. എന്തായാലും ബിരിയാണി വെക്കണൊക്കെ ഏട്ടനാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇതേ കണ്ടോ റെഡിയാക്കി മുന്നിലാണ്ട് എത്തിച്ചു കൊടുക്കണം, അപ്പം സെറ്റാക്കും. ബിരിയാണി വെച്ചാലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ വയ്ക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇതേമാതിരി എത്തിച്ചുകൊണ്ട് ഒതുക്കണം. പിന്നെ ഇതൊക്കെ വാട്ടി ഒക്കെ ക്ലിയറാക്കി മസാലയൊക്കെ ഇട്ട്. അവിടെ അടുത്തുള്ളൊരു ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും കൂടി ഇങ്ങനെ ഇതാക്കാനൊക്കെ. പക്ഷെ കൂടുതലായിട്ട് ഏട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ ബിരിയാണിയിൽ ദമ്മിടൂലേ നമ്മൾ, അങ്ങനെയൊക്കെ ആക്കി. അപ്പത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറേ കൂടുതലായിട്ട് അവിടെ വറുത്തിട്ടുണ്ടായിരുന്നു. അത് മക്കളെല്ലാം എടുത്തു കഴിഞ്ഞ് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം അതിനൊക്കെ വഴക്ക് പറഞ്ഞ് ഏതായാലും സെറ്റാക്കി ആവശ്യത്തിനൊക്കെ കൊടുത്തുകൊണ്ട് അതവിടെ വെച്ചു. പിന്നെ ദമ്മിട്ടതിന് ശേഷം ബിരിയാണിയൊക്കെ എല്ലാതും റെഡിയായി, എല്ലാവരും കഴിക്കൽ തുടങ്ങി. അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണല്ലോ, ഭയങ്കര ഒരു രസമാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വഴിക്കട പോയി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ മാങ്ങയൊക്കെ ഉണ്ട്, മാങ്ങയും ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാങ്ങ പറിക്കാൻ വിചാരിച്ച് രണ്ടാൾ മുകളിലാണേ. നല്ല മാങ്ങയുണ്ട്, കുറേ മാങ്ങ പറിച്ചു ഞങ്ങളവിടെ നിന്ന്. അതിന് ശേഷം കുറേ ചക്ക ഉണ്ടായിരുന്നു, ചക്ക ഇട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പഴുത്ത മാങ്ങ കുറേ കിട്ടി, അപ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കുറേ. പിന്നെ ചക്ക നന്നാക്കാനിരുന്നു, ചക്ക ചേച്ചിക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ അത് നന്നാക്കിയിരുന്നു കുറേ. അങ്ങനെ അടിപൊളിയായി ഇന്നത്തെ സൺഡേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബൈ.